ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ കുത്തിവയ്പ്പിന് പോവുകയാണ്. നമ്മുടെ കുഞ്ഞാവയ്ക്ക് 45ൻ്റെ കുത്തിവയ്പ്പാണ്. ഇന്നേക്ക് 77 ദിവസമായി. 45ൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന് ചെറിയ പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഇവിടെ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ്. റിച്ചൂട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. അവന് തുള്ളിമരുന്ന് കൊടുക്കുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ തുള്ളിമരുന്നുണ്ട് അവന്. ഇനി അവന് 5 വയസ്സിൽ ഇനി സൂചിയുള്ളൂ. ഇപ്പോൾ 2.5 വയസ്സാവാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയൊക്കെ വന്നപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ, ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെത്തുന്നതിന് മുൻപുള്ളൊരു ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അധികമൊന്നും ഞാൻ ഇവിടുത്തെ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. ഈ ഒരു ജംഗ്ഷനിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ചകൾ മാത്രം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വേറൊരു ദിവസം ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. അതിപ്പോൾ എനിക്ക് പറ്റാത്ത സാഹചര്യം ആയത് കാരണം കൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ കാണിച്ചേനെ. കാരണം ഇപ്പോൾ കുഞ്ഞിനെ കേട്ട് ഇപ്പോൾ വന്നിട്ടൊന്നും എടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയത് കാരണം കൊണ്ട് ഇപ്പോൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ കാണാനൊക്കെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്കൊന്നും പോവാൻ പറ്റിയിട്ടില്ല. അടുത്ത് വേറൊരു വീഡിയോയിൽ നമുക്കൊരു 2, 3, 4 മാസമൊക്കെ കഴിഞ്ഞാൽ ഇനി വീഡിയോ ഒക്കെ തുടർച്ചയായിട്ട് അങ്ങനെ നല്ല പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്കലവാടിയിലേക്ക് പോവാൻ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അടുത്ത് തന്നെയാണ്, കോട്ടക്കുളം എന്ന് പറയും. ഇത് കോട്ടക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോയാലാണ് കോട്ടക്കുളം അങ്കലവാടി. അപ്പോൾ അവിടെയാണ് കുത്തിവയ്പ്പ് നടക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടിയുള്ളൂ. പിന്നെന്താ, നമ്മുടെ റിച്ചൂട്ടിനെ അങ്കലവാടിയിലേക്ക് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവൻ അങ്കലവാടി പോയിരുന്നാൽ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇന്നിനി പോയി ഒന്ന് നോക്കണം എങ്ങനെയാണ് എന്നുള്ളത്. അവിടെ കുട്ടികളൊക്കെ ഇന്ന് എന്തായാലും അങ്കലവാടി ഉണ്ടല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്താവും എന്നുള്ളത് അറിയില്ല. 12 മണിയാകുമ്പോഴേക്ക് ഞങ്ങളോട് എത്താനായിട്ടോ പറഞ്ഞത്. 12 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത് കുത്തിവയ്പ്പിന്. അപ്പോൾ ഏകദേശം അങ്കലവാടി എത്താറായിട്ടോ. അപ്പോൾ ഞങ്ങൾ 12:30 ആ സമയമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ അങ്കലവാടിയിൽ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. ആനവളം എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ കാരണം ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കുഞ്ഞാവ് എൻ്റെ കയ്യിലുള്ളത് കാരണം കൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഏട്ടനും കൂടെയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചേനെ. ഇതിപ്പോൾ കുഞ്ഞാവയും റിച്ചൂട്ടിനും ഒക്കെ എൻ്റെ കൂടെ ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങിയിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അങ്കലവാടിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഡോക്ടറും വന്നിട്ടില്ല, നേഴ്സുമാരും ഒന്നും വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ റിച്ചൂട്ടനും നമ്മുടെ സുന്ദരിക്കുട്ടിയും ഒക്കെ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരിവിടെ ഇങ്ങനെ വണ്ടിയിലും ഒരു കുതിര പോലുള്ള സംഭവം ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അവർ സുന്ദരിക്ക് പേടിയില്ല ഇങ്ങനെ ആ ഒരു കുതിരയിൽ ഇരുന്നിട്ട് ആടാനും. പക്ഷേ റിച്ചൂട്ടിന് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ അതന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവളാടുന്നത് നോക്കിയിട്ടാണ് അവനും ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കയറാൻ അവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തേം അവനെ കയറ്റിയിരുത്തിയതാണ്. അവൻ എന്നോട് കയറാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സുന്ദരി കയറിയിരിക്കുന്ന കണ്ടപ്പോൾ അവൻ വേഗം കയറിയിരുന്നതാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ അതിൽ ഇരുന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ഇവർ രണ്ടുപേരും, സുന്ദരിക്കും ഇതുപോലെ 2.5 വയസ്സായി. അപ്പോൾ ഇവർ 2.5 വയസ്സാവുന്നതേ ഉള്ളൂ കേട്ടോ. രണ്ടുപേരും 2 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ചിട്ട് തന്നെ അങ്കലവാടിയിലാക്കണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു കൂട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ ഹാപ്പി ആയിരുന്നു, രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ കുട്ടികളുടെയൊക്കെ കൂടെ കളിച്ചിട്ടും
ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ രണ്ടുപേരും. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ അംഗനവാടിയിൽ കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഓടി നടക്കുന്നതായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇതാ ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറയുമ്പോൾ അവൻ എൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല, എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അവനവിടെ കുട്ടികളുടെ കൂടെ കളിക്കുന്നതായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ഒന്നും അവൻ വരുന്നേ ഉണ്ടാവില്ല, എൻ്റെ അടുത്ത് വന്നിരിക്കാനോ ഞാൻ വിളിക്കുമ്പോൾ ഒന്നും വരുന്ന പോലും ഉണ്ടല്ലോ. എന്നെ ഒന്ന് വന്ന് നോക്കും, എന്നിട്ട് പിന്നെ വീണ്ടും കുട്ടികളുടെ പിന്നാലെ ഓടിപ്പോവും. ഇതായിരുന്നു അവൻ ചെയ്തിരുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞാവാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. അവൻ വന്നപ്പോൾ മുതൽ ഭയങ്കര ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം ഈ കുട്ടികളുടെ ബഹളം, നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും അവൻ എണീറ്റില്ല. കാരണം ഉച്ച സമയമായത് കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അവൻ എണീറ്റിട്ടേ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവ യാത്രയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല ഉറക്കം തന്നെ ആയിരിക്കും. കണ്ടില്ലേ, കുട്ടികളുടെ പിന്നാലെ നമ്മുടെ റിച്ചൂട്ടനും സുന്ദരിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ 12:30 ആയപ്പോൾ എത്തി. 12:30ക്ക് ഞങ്ങളവിടെ അംഗനവാടിയിലെത്തി. പക്ഷേ ആ സമയം ഡോക്ടറും നേഴ്സും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിച്ചൂട്ടനാണെങ്കിൽ അവിടെ അംഗനവാടിയിലത്തെ പിള്ളേരാണ് കേട്ടോ അത്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് അവരെ ഉറക്കാൻ കിടത്തിയതാണ് ടീച്ചർ. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റിച്ചൂട്ടൻ. അങ്ങനെ 2:45 ആയപ്പോഴാണ് കേട്ടോ നമ്മുടെ നേഴ്സും ഡോക്ടറും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അപ്പോഴേക്കും 2:30 കഴിഞ്ഞു, 2:45 അല്ല 2:30 കഴിഞ്ഞു വന്നപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരുടെയും കഴിഞ്ഞിട്ടൊക്കെ വേണ്ട, കുറച്ച് പേരുടെയൊക്കെ ഞങ്ങളെയൊക്കെ മുന്നേ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഞങ്ങൾക്ക് കുത്തിവെപ്പ് എടുക്കാനായിട്ട്. പിന്നെ കുഞ്ഞാവ ഭയങ്കര കുത്തിവെപ്പ് എടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ആദ്യത്തെ സൂചിക്ക് വലിയ കരച്ചിലുണ്ടായിരുന്നില്ല, പക്ഷേ 3 സൂചിയാണ് അവനുണ്ടായിരുന്നത്. ബാക്കി മറ്റേ 2 സൂചിക്കും അവന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ കുത്തിവെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. റിച്ചൂട്ടനാണെങ്കിൽ നല്ല മയക്കത്തിലാണ് കേട്ടോ. ഇനി എന്താവും എന്നുള്ളത് അറിയില്ല, ഇനി കുറച്ച് കഴിഞ്ഞ് അവൻ എണീറ്റ് കഴിഞ്ഞാൽ അറിയാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.